ഭാഗത്തോട്ടിരിക്കാൻ കൂട്ടി പോകണം. പക്ഷേ ഇത് പിതാവിനെ കണ്ടാൽ പിതാവ് പറഞ്ഞത് നിർമ്മാണം നടത്തിയാണ് മറ്റേ കമ്മിറ്റി വിളിക്കാനൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം, അന്വേഷണ കമ്മീഷൻ അവരുടെ കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആർക്കിടെക്റ്റിനെ കാണണം, വെള്ളാപ്പള്ളിയെ കാണണം, കാരണം ഈ കാര്യങ്ങൾ മുമ്പോട്ട് ശക്തമായിട്ട് പോകണം. അല്ലാതെ ഇത് ഇങ്ങനെ ഇട്ടുവശം അച്ഛൻ അയച്ച മെയിലിന്റെ കോപ്പി അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻ ദിസ് റിഗാർഡ് നീഡ് ടു ബി അഡ്രസ്ഡ് ഓൺലി ടു മീ. ഇത് നമ്മളെടുത്ത തീരുമാനങ്ങൾക്കെല്ലാം വയലേഷൻ. ഇവിടെ ഇടവക പൊതുയോഗം കൂടിയിട്ട് കമ്മിറ്റി എടുത്തു, ആ കമ്മിറ്റികൾക്ക് അതുകൂടെ അധികാരമുള്ളതാണ്. അത് അച്ഛന് മാത്രം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാലേ അച്ഛൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് കമ്മ്യൂണിക്കേഷൻസ് ഇങ്ങോട്ട് നടക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ തരും. പ്രോസസ് ഞാൻ പറയട്ടെ സാധാരണ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനപ്പുറത്തുവാണെങ്കിൽ ഞാൻ പെർമിഷൻ മേടിച്ചിട്ട് ബിഷപ്പ് എന്നോട് പറയണം. ഇല്ല അങ്ങനെ അതൊന്നും ആ ബിഷപ്പ് പറയുന്നത് അച്ഛനോട് ചെയ്യുന്നത്, ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ അച്ഛനോട് ചെയ്യുന്നത് അല്ല. ബിഷപ്പ് പറയാത്ത ഒരുപാട് ഒരാള് സംസാരിക്ക. പിന്നെ ഞാൻ കൂടെ തോന്നണം നിയമങ്ങൾ പാലിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഒരു കാര്യമായിട്ട് പോകുമ്പോ ഞാൻ പെർമിഷൻ എടുക്കേണ്ടി വരും. ഒരു കാര്യവും അച്ഛൻ രൂപത പറയുന്ന രീതിയിലല്ല ഇവിടെ ചെയ്തത്. എല്ലാ കാര്യവും ഇതുവരെ ചെയ്തിട്ടുള്ളതല്ല. എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ ഇപ്പം നിയമിച്ചിരിക്കുന്ന ആ സമിതിയുടെ കമ്മീഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ചെയർമാൻ സെക്രട്ടറിയും എന്നെയും കൂടി ഇരുത്തിയിട്ടാണ് ബിഷപ്പ് പറഞ്ഞത് ഇനി 30-ാം തീയതിക്കകം ഇത് റിപ്പോർട്ട് തരണം, അതുവരെയുള്ള ഈ മീറ്റിങ്ങുകളൊക്കെ നിർത്തിവെക്കുക. നിർമ്മാണം നടത്താനായിട്ടുള്ള കമ്മിറ്റിയുണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്. അതിനകത്ത് നിർത്തതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി, മറ്റു കമ്മിറ്റികളും. നിർമ്മാണ കമ്മിറ്റി വിളിച്ചിട്ടാണ് പിതാവ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ എന്നോട് നിങ്ങൾ ഒരാൾ സംസാരിക്കാവോ? ഞാൻ പറയട്ടെ, എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണ്ടേ? ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. ഒരാൾ സംസാരിക്കരുത്. ഞാൻ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ കേൾക്കുന്നു, അവിടെ ചെല്ലുന്ന പിതാവ് പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നു. ഇത് ഏതാ കറക്റ്റ് ചെയ്താ? ഞങ്ങൾ ആരെ കേൾക്കുന്നത്? എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ അല്ലെന്ന് പറയുന്നു. ഞാൻ ക്ലാരിഫൈ ഞാൻ ബിഷപ്പ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് ബിഷപ്പ് അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ഞാൻ ക്ലാരിഫൈ ചെയ്യണ്ടേ? എനിക്ക് ഒരു സെക്കൻഡ് ഞാൻ ക്ലാരിഫൈ ഒരു മിനിറ്റ് സെക്കൻഡ്. അതെ, അവിടെ നിൽക്കട്ടെ. പണി നടക്കുന്നുണ്ടല്ലോ, ഉണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ടെക്നിക്കൽ ഓഡിറ്റും നടത്താൻ ബുദ്ധിമുട്ട്? എന്താണ്? അച്ഛനല്ലേ പറഞ്ഞ അച്ഛനല്ലേ പറഞ്ഞ ഫണ്ട് അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞത്? അതായത് എന്നോട് ഇത് ഒരു കാര്യം തീരുമാനിക്കുമ്പോ നമ്മൾ അത് എന്നോട് റെഫർ ചെയ്യുന്നില്ല എങ്കിലാണ് ആ പ്രശ്നം വരുന്നത്. അച്ഛൻ എല്ലാം കോപ്പി വെക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. ഒരാൾ സംസാരിക്കാവോ? എനിക്ക് വേണ്ടത് ഇപ്പം കൺവീനർ ആണെങ്കിൽ കൺവീനർ, അല്ലെങ്കിൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ എന്നോട് ഒന്ന് സംസാരിക്കുക, കാര്യങ്ങൾ പറയുക, അത് മുന്നോട്ട് പോകും. അല്ല, അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ പറഞ്ഞത് നമുക്ക് ടെക്നിക്കൽ ഓഡിറ്റും ഫിനാൻഷ്യൽ ഓഡിറ്റും നടത്താന്ന് പറഞ്ഞത്. അപ്പൊ അതെന്താ ഇപ്പൊ ബ്രേക്ക് ആയിരിക്കും? ഞാൻ ബ്രേക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അന്ന് കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങളുടെ എതിര് നിന്നിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്താൻ ടെക്നിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് അച്ഛന്റെ ഭാഗത്ത് തടസ്സമില്ലല്ലോ. ഇൻസ്ട്രക്ഷൻ കമ്മിറ്റിയിൽ തീരുമാനം എടുക്കണം. തീരുമാനം പിന്നെ എവിടെ എടുക്കുന്ന
അത് തീരുമാനിക്കണം. അതായത് നമ്മുടെ ടെൻഡർ ക്ഷണിക്കാനായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അവിടെ അവതരിപ്പിക്കണം. സ്റ്റിയറിംഗ് കമ്മിറ്റി വെക്കണം. ഒരു ചെറിയ ബോഡിയിൽ ചർച്ച ചെയ്തിട്ടല്ലേ വലിയ ബോഡി പോകേണ്ടത്. അല്ല നമ്മൾ അത് കൃത്യമായിട്ടുള്ള ചർച്ച നടന്നു. അത് സ്റ്റിയറിംഗ് കമ്മിറ്റി പാസ്സാക്കിയതിനു ശേഷമാണ്. നീണ്ടുപോകാൻ പറ്റത്തില്ല. തെറ്റാണ്. നമ്മൾ ആദ്യം ചെറിയ ബോഡിയിൽ ചർച്ച ചെയ്ത് അത് കൃത്യമായിട്ട് ആക്കിയിട്ട് വേണം. ശരി എപ്പോ വിളിക്കാം പറ. എപ്പോഴും വിളിച്ചോ. നാളെ വിളിക്കാം. ഇന്ന് വൈകിട്ട് വിളിക്കാം. ഇന്ന് വൈകിട്ട് വിളിക്കാം. നാളെ പറ്റത്തില്ല. ഇന്ന് പറ്റത്തില്ല. ഇന്ന് വൈകിട്ട് വിളിക്കാം. ഇന്ന് പറ്റത്തില്ല. ശരി, നാളെ ഇലക്ഷൻ അല്ലേ? മറ്റന്നാൾ രാവിലെ വിളി. നാളെ ഇലക്ഷൻ, നാളെ വൈകിട്ട് വിളിക്കാം. ഇല്ലേ അച്ഛാ, നില്ല പ്ലീസ് സ്റ്റോപ്പ്. വേറെ നമ്മൾ അച്ഛന്റെ സൗകര്യം പറ. അച്ഛന്റെ എത്ര മണിക്ക് വെക്കണം? ചൊവ്വാഴ്ച സ്റ്റിയറിംഗ് കമ്മിറ്റി വൈകിട്ട് 4 മണിക്ക്. വൈകിട്ട് 4 മണി. രാവിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിക്കുക, വൈകിട്ട് യെസ്. പിന്നെ അനന്തമാണ് നീണ്ടു പോകാം. ഞാൻ പെർമിഷൻ മേടിച്ചിട്ട് വരും. അല്ല സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്തില്ല. അപ്പൊ പിന്നെ ജേക്കബ് നിർത്ത്. ഒരാൾ പറയട്ടെ. ഇപ്പൊ അടുത്ത നിർമ്മാണ കമ്മിറ്റിയിൽ അച്ഛൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല, എനിക്ക് എതിർപ്പൊന്നുമില്ല. പൊതുയോഗത്തിന്റെ തീരുമാനമല്ലേ എടുത്തത്? ഇനി ആരെങ്കിലും ആഡ് ചെയ്തിട്ട് ഈ നിർമ്മാണ കമ്മിറ്റി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞു അങ്ങനെ? ഇല്ല, അച്ഛൻ പിന്നെ ഞാനങ്ങനെ ആരെങ്കിലും പറഞ്ഞു? ഈ ഗവൺമെന്റിന്റെ അനുവാദത്തോടെയാണല്ലോ ഈ പൊതുയോഗം. അതൊക്കെ നാളെ രാവിലെ ഈ കമ്മീഷൻ വെച്ചപ്പോ മറ്റന്നാൾ 9 മണി. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി. അച്ഛോ, ഈ ടെസ്റ്റ് അല്ല ഇനി എന്നോട് റെഫർ ചെയ്യാതെ എന്നോട് പറയാം ഇന്ന കാര്യങ്ങൾ എന്നോട് പറയാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊട്ടേഷൻ വിളിക്കുമ്പോഴേ അതിൽ ഒരു നിയമങ്ങൾ വെക്കണ്ടേ, വ്യവസ്ഥകൾ വെക്കണ്ടേ. ഒരേപോലെ കൊട്ടേഷൻ വിളിച്ചിട്ട് അത് ഫൈനലൈസ് ചെയ്യുമ്പോഴാണ് അത് ആ കൊട്ടേഷനാണ് നമ്മൾ കമ്മിറ്റിയുടെ. അല്ല കൊട്ടേഷൻ വിളിക്കണമെങ്കിൽ നമ്മൾ വെക്കേണ്ട വ്യവസ്ഥകളുണ്ടല്ലോ. ആ വ്യവസ്ഥയിൽ ഒരു ഏകോപനം വേണ്ടേ. ആ വിളിക്കുന്ന കാര്യങ്ങൾ അറിയാം. വ്യവസ്ഥകളുണ്ട്. ആ കോമൺ ആയിട്ട് വ്യവസ്ഥയിൽ കൊടുത്താലല്ലേ അവർക്ക് കൊട്ടേഷൻ വരുന്നതിനകത്തുനിന്ന് ആ വ്യവസ്ഥകൾ വെക്കുന്നത്. അങ്ങനെയല്ല. നമ്മളൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. ഏതൊക്കെ ടെസ്റ്റ് എടുക്കണം നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ തീരുമാനിക്കണം. അവര് തീരുമാനിക്കും. അല്ല അത് എക്സ്പേർട്സിനെ കൊണ്ട് നമ്മൾ തീരുമാനിക്കണം. ആദ്യം നമ്മൾ എക്സ്പേർട്സിനെ കൊണ്ട്. ആരാണ് എക്സ്പേർട്സ്? ആരാണ് എക്സ്പേർട്സ്? അച്ഛൻ ഇതെല്ലാം അഭിപ്രായങ്ങളെല്ലാം പറയുന്നത് അച്ഛൻ തേർഡ് പാർട്ടി ഉണ്ടല്ലോ. ഓൾറെഡി തേർഡ് പാർട്ടി ഇവിടെ ഉണ്ടല്ലോ. ഞാനല്ല അദ്ദേഹം പറഞ്ഞത്. ഞാനല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് പറഞ്ഞത്. ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മളൊരു ഓരോ വർക്ക് കൊടുക്കുമ്പോ ടെസ്റ്റിന് വേണ്ടി കൊടുക്കുമ്പോ ഇന്ന വ്യവസ്ഥകൾ ഉണ്ടാകണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. നമ്മൾ കൂടി സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്ത് അച്ഛൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ടെക്നിക്കൽ ഓഡിറ്റ് നടക്കട്ടെ, ഫിനാൻഷ്യൽ ഓഡിറ്റ് അച്ഛൻ പറഞ്ഞു. ടെൻഡർ വിളിക്കണ്ടേ? ടെൻഡർ വിളിക്കണമെങ്കിൽ അത് വ്യവസ്ഥ ഉണ്ടാക്കണം. ഞങ്ങൾ വന്നു, പക്ഷെ അച്ഛൻ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ എന്താ റെസ്പോണ്ട് ചെയ്യണം? നമ്മൾ അന്ന് തീരുമാനം എടുത്ത് പിരിഞ്ഞു. പിന്നെ അതിനുശേഷം എന്തെങ്കിലും സംസാരിച്ചു. തീയതി
എന്തുമല്ല അങ്ങനെ അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞ ആ വ്യവസ്ഥകൾ നമ്മൾ എഴുതുകയും പോയാൽ ഞാനത് കാണുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അത് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ, ഇടപെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മൂവ് നടന്നിട്ടില്ല. അത് മീറ്റിംഗ് കൂടുമ്പോഴല്ലേ അവിടെ വെക്കുന്നത്. ഓക്കെ, മീറ്റിംഗ് വെക്കേ, ചൊവ്വാഴ്ച വെക്കേ. 20 വെച്ച മീറ്റിംഗ് മാറ്റി വെച്ച് അച്ഛന്റെ സൗകര്യ കുറവുകൊണ്ടാണ് അച്ഛന്റെ പിതാവിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ മാറ്റി വെച്ചത്. കൺസ്ട്രക്ഷൻ കമ്മിറ്റി ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കാര്യം പറയാം. ഇത് തീരുമാനം എടുക്കേണ്ട കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലാണ്. അതെ, അത് നമ്മൾ ആദ്യം ഒരു ഇതൊക്കെ ആയി അതിന് പോളിസി ഉണ്ടായതിനു ശേഷമല്ലേ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി 4 മണിക്ക്. മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെ അപ്പോൾ ഈ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കാര്യം വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞു. നമ്മൾ മുമ്പ് കമ്പി പരിശോധനയ്ക്ക് വേണ്ടി ടെസ്റ്റ് കൊണ്ടുപോയ സമയത്ത് ഒരു അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഈ തുരുമ്പെടുത്ത കമ്പിയിൽ എങ്ങനെ നമ്മൾ ഇത് പണിയിക്കാമെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സക്രിയാസ് എൻ്റെ വഴി പോയൊരു കാര്യമാണ്. ഇത് ഞങ്ങൾ കമ്മിറ്റി ഒന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. അന്ന് ഞാൻ പറയട്ടെ അതായത് ടി കെ എമ്മിൽ നമ്മൾ പോയത്, നമ്മൾ ചെന്ന് അവിടുന്ന് അവിടുന്ന് ആൾക്കാരെ പോയി കാണുക, വന്നതിന് ശേഷം കമ്മിറ്റി കൂടുക, എന്നിട്ട് നമ്മൾ പിന്നീടുള്ള പ്രോസസ്സിലോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ വെരി നെക്സ്റ്റ് ഡേ തന്നെ അച്ഛൻ ഇവിടുന്ന് ലെറ്റർ ടൈപ്പ് ചെയ്ത് പോയി. വിൽസൺ പറഞ്ഞിരിക്കുന്നത് ഈ ലെറ്റർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല, കൈക്കാരൻ അറിയത്തില്ല, ഇത് ആരാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് സംസാരിച്ചപ്പോ ആ വിൽസൺ സാർ പറഞ്ഞത് സെബാസ്റ്റ്യൻ സക്രിയാസ് അയാൾ ഫിസിക്കലി പ്രസൻസ് ഇല്ലെങ്കിലും അമേരിക്ക ഇരുന്നുകൊണ്ട് അത് ചെയ്തത്. അപ്പൊ നമുക്ക് വേണ്ടത് ടോട്ടൽ ഓഡിറ്റ്, ഈ സ്ട്രക്ചറിന്റെ ടോട്ടൽ ഓഡിറ്റ്. ഇത് നമുക്ക് ലൈഫ് ലോങ് പോകുമോ? ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇതിനകത്ത് ഇനി എക്സ്പേർട്ട് വന്നും മറ്റൊന്നുമില്ല. ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞത് ഒരു ടെൻഡർ വിളിക്കുമ്പോൾ ആദ്യം നമ്മൾ ടെൻഡർ ക്ഷണിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു വ്യവസ്ഥ കൊടുക്കണം. ആ വ്യവസ്ഥ തയ്യാറാക്കി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വ്യവസ്ഥ ഉണ്ടാക്കണം. ഞായറാഴ്ച പൊതുയോഗം നടന്നിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞ് അച്ഛൻ ആവശ്യപ്പെട്ടപ്പോഴല്ലേ സ്റ്റിയറിംഗ് കമ്മിറ്റി അല്ല നിർമ്മാണ കമ്മിറ്റി ലിസ്റ്റ് അച്ഛനോട് തരുന്നത്. അച്ഛൻ്റെ അടുത്ത് ആർക്കെങ്കിലും അല്ല ഞാൻ പുറകെ നടന്നു ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്ര ദിവസം കഴിഞ്ഞു എന്നോട് ഇതെല്ലാം ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയതിനു ശേഷമാണ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും ആ സമയത്ത് കൊണ്ട് പേര് നാലാം ദിവസം കൊടുത്തു. ആ കമ്മിറ്റി ബ്ലോക്ക് ചെയ്ത് ഫസ്റ്റ് നിർമ്മാണ കമ്മിറ്റി വിളിച്ചത് അച്ഛൻ തന്നെയല്ലേ. അതിനകത്ത് നല്ല സ്റ്റിയറിംഗ് കമ്മിറ്റി ബാക്കി എല്ലാ കമ്മിറ്റിയും ഉണ്ട്. പിന്നെ ആ കമ്മിറ്റികൾ അച്ഛൻ അംഗീകരിക്കുന്നത് എന്ത് ഞാനോട് സംസാരത്തിൽ ഞാൻ പറഞ്ഞത് അത് അന്നേരത്തെ അച്ഛൻ ഇന്ന് രാവിലെ പ്രസംഗിച്ച കരുണയുടെ ഉപമ പോലെയാണ് ഇപ്പൊ ഈ കൈക്കാരന്റെ കാര്യം പറയുന്നത്. അച്ഛൻ ഒരു കാര്യത്തിനും ഒരു നിലയില്ല, എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ അത് ഇല്ലാതെ എങ്ങനെയല്ല കൈക്കാരനോട് പ്രൈവറ്റ് അച്ഛൻ എന്ത് കരുണയാ ഞങ്ങൾ ശക്തികളൊക്കെ ഇടവകയോട് കാണിക്കുന്നത്. എന്ത് കരുണയാ അച്ഛൻ കാണിക്കുന്നത്? നാട്ടുകാർ പറയും, നാട്ടുകാർ ഞാൻ കൈയെടുത്ത് വെച്ചതാണ് തള്ളിയെന്ന് പറയുന്നത്. ദൈവികം വേണം, ദൈവികം പറഞ്ഞു പൊട്ടക്കണക്കിന് ഞങ്ങളൊക്കെ വല്ലതും ഒളിച്ചു മറുപടി ഉള്ളതെന്ന് പറഞ്ഞാൽ മതി.